സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്ന ഒരു പത്രത്തിൻ്റെ ഇംഗ്ലീഷ് പത്രത്തിൻ്റെ എഡിറ്റോറിയലാണ്. ദ ഹിന്ദു എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്റോറിയലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ പത്രം വായിക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പദസമ്പത്ത് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതെങ്ങനെയാണ് ഇംഗ്ലീഷ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്, എഴുതുന്നത് എന്നൊക്കെ നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഗ്രാമർ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ എൻ്റെ 232 233 ചാപ്റ്റർ നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പോഴേ തീർച്ചയായിട്ടും നിങ്ങൾ അത് പഠിക്കണം. അപ്പോഴേ നമുക്ക് ഈ എഡിറ്റോറിയൽ ഒന്ന് പഠിച്ചു നോക്കാം. അപ്പോഴേ ഞാൻ ഇന്ന് ഈ പറയുന്ന എഡിറ്റോറിയൽ ദ ഹിന്ദു എന്ന ന്യൂസ് പേപ്പറിൽ 24 ജൂണിൽ വന്ന എഡിറ്റോറിയലാണ്. നമ്മൾ മൊത്തം നോക്കുന്നില്ല, നമ്മളൊരു പകുതി ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. ഇതിൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന ക്ലൗഡ്സ് ഓഫ് വാർ ഓൺ US മാക്സിമം പ്രഷർ ടാക്ടിക്സ് വിത്ത് ഇറാൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ക്ലൗഡ്സ് ഓഫ് വാർ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിനുള്ള സാധ്യത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. US എന്ന് പറഞ്ഞാൽ USൻ്റെ അപ്പോസ്ട്രോഫീസ് ആണ്. മാക്സിമം പ്രഷർ ടാക്ടിക്സ് വിത്ത് ഇറാൻ. ഓക്കെ, എന്താണ് ഈ പ്രഷർ എന്ന് പറഞ്ഞാൽ? പ്രഷർ ചൊലുത്തുക എന്നുള്ളത് തന്നെയാണ്, സമ്മർദ്ദം ചൊലുത്തുക എന്നുള്ളത് തന്നെയാണ്. എന്താണ് ടാക്ടിക്സ് എന്ന് പറഞ്ഞാൽ? തന്ത്രമാണ്, തന്ത്രം. ഓക്കെ, ആരുടെ തന്ത്രമാണ്? USൻ്റെ തന്ത്രമാണ്, അമേരിക്കയുടെ ഇറാൻ്റെ മേലുള്ള തന്ത്രം. ഓക്കെ, അതെന്താണ്? അതൊരു പ്രഷർ ടാക്ടിക്സ് ആണ്. പക്ഷേ ഒരു യുദ്ധത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ പൂർണ്ണമായിട്ട് പറയുന്നത് തന്നെ യുദ്ധം ഉണ്ടാകുന്നൊന്നും പറയുന്നില്ല. ഇവിടെ മറ്റു ചില കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ അതിനടിയിലായിട്ട് മറ്റൊരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിന് സാധാരണ ഇംഗ്ലീഷിൽ സബ് ടൈറ്റിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ സബ് ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത് എന്താണ്? ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നീഡ്സ് ടു ഡയൽ ഡൗൺ ഓൺ ഇറ്റ്സ് പ്രഷർ ടാക്ടിക്സ് വിത്ത് ഇറാൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോഴേ ഇത് പത്രാധിപൻ എഴുതുന്നൊരു കാര്യമാണ് അല്ലേ, പുള്ളിയുടെ അഭിപ്രായമാണ്. പുള്ളി പറയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്താണ് ചെയ്യേണ്ടത്? നീഡ്സ് ടു ഡയൽ ഡൗൺ. ഓക്കെ, ഡയൽ ഡൗൺ എന്ന് പറഞ്ഞാൽ തീവ്രത കുറയ്ക്കണം. എന്തിൻ്റെ? ഓൺ മാക്സിമം പ്രഷർ ടാക്ടിക്സ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, പ്രഷർ ടാക്ടിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മർദ്ദം. ഓക്കെ, സമ്മർദ്ദ തന്ത്രം കുറയ്ക്കണം എന്നാണ് പറയുന്നത് വിത്ത് ഇറാൻ. ആരുമായിട്ട്? ഇറാനുമായിട്ട്. അപ്പോഴേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അതായത് ഈയിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇറാനും വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ട്, ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ, അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയയൊക്കെ ആയിട്ട് എന്താണ് ഒരു ന്യൂക്ലിയർ ഡീലുണ്ടായിരുന്നു. ആ ഡീലിനകത്ത് പറയുന്നതാണ് പിന്നെ ഇറാന് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാനുള്ള ടെക്നോളജി, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ, റോക്കറ്റിൻ്റെ ഇതൊക്കെ അതെല്ലാം നിർത്തിവെക്കണം. അതായത് എന്താണ്, ഈ ആണവ സമ്പുഷ്ടീകരണമൊക്കെ നിർത്തിവെക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ US അതുപോലെ മറ്റ് രാജ്യങ്ങളൊക്കെ ഇറാനെ ട്രേഡ് ചെയ്യാൻ സമ്മതിക്കുമെന്നാണ് പറയുന്നത്. എന്താണ് ട്രേഡ് ചെയ്യുന്നത്? ഇറാൻ ട്രേഡ് ചെയ്യുന്നത് എണ്ണയാണ് അല്ലേ. അതിന് പകരമായിട്ട് അവർക്ക് പണം കിട്ടും, അല്ലെങ്കിൽ അവർക്ക് സാധനങ്ങൾ വാങ്ങിക്കാം. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഡീല്. അപ്പോൾ എന്ത് സംഭവിച്ചു? US കഴിഞ്ഞ വർഷം അവസാനം ആ ഡീലിൽ നിന്നും പിൻവാങ്ങി. ഇപ്പോഴെന്താണ്? പക്ഷേ എന്നാലും മറ്റു രാജ്യങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്, എണ്ണയൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയൊക്കെ എണ്ണ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. വളരെ ഈയായിട്ട് അത് നിർത്തുമോ അല്ലെങ്കിൽ നിർത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോഴെന്താണ്? ഇറാന്റെ മേലെ അമേരിക്ക പ്രഷർ ചൊലുത്തുകയാണ്, കാര്യങ്ങളൊക്കെ അംഗീകരിക്കാൻ വേണ്ടി, ആ ഡീല് വീണ്ടും റീനെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ പ്രഷർ ചൊലുത്തുന്നത്. ഓക്കെ, ഇനി നമുക്ക് ശ്രദ്ധിക്കാം. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്സ് ഡിസിഷൻ ടു pull back from the airstrikes on Iran after the latter shot down an American drone near the Strait of Hormuz was a rare moment of restraint amid otherwise escalating tensions between two countries. Okay, നമുക്കൊന്ന് ശ്രദ്ധിച്ചൊന്ന് വായിച്ചു നോക്കാം. US പ്രസിഡന്റിൻ്റെ, അതായത് എന്താ വേറൊരു കാര്യം കൊണ്ട് സംഭവിച്ചു. എന്താണ്? അപ്പോൾ ഇറാൻ്റെ മുകളിലൂടെ അമേരിക്ക ഒരു ഡ്രോൺ പറത്തി. അതായത് വളരെ അവരുടെ രഹസ്യങ്ങളൊക്കെ ചോർത്താൻ വേണ്ടി ഒരു ഡ്രോൺ എന്താണ്? ഈ ആളില്ലാത്ത വിമാനം പറത്തി. ഓക്കെ, അതിനെന്ത് ചെയ്തു? ഇറാൻ അതിനെ വെടിവെച്ചിട്ടു. അപ്പോഴേ സംഭവിക്കുന്നത് എന്താണ്? ഇങ്ങനെയൊക്കെ യുദ്ധത്തിനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റ് ശത്രു രാജ്യത്തിൻ്റെ വിമാനങ്ങളൊക്കെ, ഇതിപ്പോൾ ഡ്രോണാണ്, പിന്നെ അതിൻ്റെ താളൊന്നുമില്ലായിരുന്നു, വിമാനങ്ങളൊക്കെ വെടിവെച്ചിട്ടല്ലത് യുദ്ധത്തിലേക്ക് നീങ്ങും. പക്ഷേ ഇവിടെ സംഭവിച്ചെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഡിസിഷൻ ടു പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ പിൻവാങ്ങുക, എയർ സ്ട്രൈക്സ് ഓൺ ഇറാൻ. ഓക്കെ, ഇറാൻ്റെ മേലെ എയർ സ്ട്രൈക്സ് നടത്തുന്ന എന്താണ്? വ്യോമ ആക്രമണം നടത്താനുള്ള ഡിസിഷനിൽ നിന്ന് പുൾ ബാക്ക് ചെയ്ത് പിൻവാങ്ങി. ഓക്കെ, ആഫ്റ്റർ ദ ലാറ്റർ. ഓക്കെ, ലേറ്റർ എന്നല്ല, ലാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറയുന്നത്? രണ്ടാമത് പറഞ്ഞ കക്ഷി ഏതാണ്? അത് ഇറാനാണ് അല്ലേ. ഇറാൻ ഷോട്ട് ഡൗൺ
ഓക്കെ, എന്ത് ചെയ്തു? വെടിവെച്ചിട്ടു an American drone. ഓക്കെ, അമേരിക്കയുടെ ഒരു ഡ്രോണിനെ, ആ ഡ്രോൺ ആളില്ലാത്ത വിമാനത്തിനെ നിയർ ദ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്. ഓക്കെ, സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇടുക്ക്. അപ്പോൾ നിങ്ങൾ ആ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് ഈ സൗദി അറേബ്യയ്ക്കും ഇറാനും ഒക്കെ മധ്യത്തിലായിട്ട് വളരെ ഇടുങ്ങിയൊരു സമുദ്രമാണുള്ളത്, വളരെ ഇടുങ്ങിയത്. ഓക്കെ, അപ്പോൾ അവിടെയാണ് അതിനാണ് പറയുന്നത് ദി സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, വാസ് എ റെയർ മൊമെൻറ്റ് ഓഫ് റിസ്ട്രെയിൻറ്റ് അമേഡ്. ഓക്കെ, എന്താണ് ഇതൊരു വളരെ റെയർ ആയിട്ടുള്ള, എന്നാൽ എങ്ങനെ സാധാരണ ആയിട്ടുള്ളതല്ല, വളരെ റെയറാണ്. റെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ചുള്ളത് അല്ലേ? റെയർ മൊമെൻറ്റ് ഓഫ് അങ്ങനെയുള്ള ഒരു സംഭവമാണ്. ഓക്കെ, റിസ്ട്രെയിൻറ്റ് അമീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംയമനം, ഇതിൻ്റെ മധ്യത്തിൽ സംയമനം പാലിക്കുക അല്ലേ? അതായത് ഇപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നതിൻ്റെ മധ്യത്തിൽ സംയമനം പാലിക്കുക എന്നുള്ളത് വളരെ റെയറാണ്, വളരെ വിരളമായിട്ടുള്ളതാണ്. അതർവൈസ് അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? എസ്കലേറ്റിംഗ് ടെൻഷൻസ് ബിറ്റ്വീൻ ടു കൺട്രീസ്. ഓക്കെ, എസ്കലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? തീവ്രത കൂട്ടുക. ഇവിടെ ടെൻഷന് പല അർത്ഥമുണ്ട്. ടെൻഷൻ, സമ്മർദ്ദം എന്നുള്ളൊരു അർത്ഥമുണ്ട്, യുദ്ധം എന്നുള്ളൊരു അർത്ഥമുണ്ട്. ഇവിടെ സത്യത്തിൽ എന്താണ് അല്ലെ, യുദ്ധ സമാനമായിട്ടുള്ള രീതിയിലേക്ക് ടെൻഷൻ കൂട്ടി ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ യുദ്ധത്തിൽ നിന്ന് അവസാനിക്കും അല്ലേ? അപ്പോൾ ഇവിടെ ടെൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? യുദ്ധത്തിനുള്ള ഒരു കോപ്പ് കൂട്ടൽ അല്ലെങ്കിൽ അതിനുള്ള ഒരു സമ്മർദ്ദം എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, ബിറ്റ്വീൻ ടു കൺട്രീസ്. ഓക്കെ, എന്താണ് ഇപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം എന്താണ്? US പ്രസിഡന്റിൻ്റെ ഡിസിഷൻ ടു, ഓക്കെ ഒന്നുകൂടെ നമുക്ക് വായിക്കാം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്സ് ഡിസിഷൻ ടു പുൾ ബാക്ക് ഫ്രം എയർ സ്ട്രൈക്സ് ഓൺ ഇറാൻ ആഫ്റ്റർ ദ ലാറ്റർ ഷോട്ട് ഡൗൺ ആൻ അമേരിക്കൻ ഡ്രോൺ നിയർ ദ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് was a rare moment of restraint amid otherwise escalating tensions between the two countries. ഓക്കെ, എന്താണ് അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? ഡൊണാൾഡ് ട്രംപിൻ്റെ ഡിസിഷൻ എന്നുള്ളത് വളരെ റെയർ ആയിട്ടുള്ള ഡിസിഷനാണ്. സാധാരണ അങ്ങനെ എടുക്കുകയല്ല. എന്താണ് ഈ എയർ സ്ട്രൈക്കിൽ നിന്നും പിൻവാങ്ങാൻ എന്നുള്ളത്. ഓക്കെ, ദ റാഷണൽ ബിഹൈൻഡ് ദ പുൾ ബാക്ക് അക്കോർഡിംഗ് ടു മിസ്റ്റർ ട്രംപ് വാസ് ദാറ്റ് he did not want to cause any loss of Iranian lives as no American lives were hurt by Iranians. ഓക്കെ, എന്താണ് റാഷണൽ എന്ന് പറഞ്ഞാൽ അതിനുള്ള യുക്തി അല്ലെങ്കിൽ കാരണം, എന്തിനാ പുൾ ബാക്ക് ചെയ്യുക, പിൻവാങ്ങാനുള്ള കാരണം അക്കോർഡിംഗ് ടു ട്രംപ് പറഞ്ഞനുസരിച്ച് അല്ലെങ്കിൽ ട്രംപിൻ്റെ പ്രകാരം എന്താണ്? ദാറ്റ് ഹി ഡിഡ് നോട്ട് വോണ്ട് ടു കോസ്, അദ്ദേഹം എന്തെങ്കിലും പ്രശ്നം, കോസ് എനി ലോസ് ഓഫ് ഇറാനിയൻ ലീവ്സ്. ഓക്കെ, എന്താണ് അദ്ദേഹം ഇറാനിലെ ജനങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകാൻ അല്ലെങ്കിൽ അവർ മരിക്കാൻ, ലോസ് ഓഫ് അമേരിക്കൻ ഇറാനിയൻ ലീവ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറാൻകാർ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താണ്? ആസ് നോ അമേരിക്കൻ ലൈവ്സ് വർ ഹർട്ട് ബൈ ഇറാനിയൻസ്. ഓക്കെ, എന്താണ് അവിടെ ഈ അമേരിക്കക്കാർക്ക് ആർക്കും ഇറാൻകാർ ഒന്നും ഹർട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അവർക്കെതിരെ ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് അതിൻ്റെ പുറകിലുള്ള കാരണം അല്ലെങ്കിൽ യുക്തി എന്നാണ് പറഞ്ഞത്. ക്ലിയർലി മിസ്റ്റർ ട്രംപ് who had campaigned against the costly wars of the US overseas. ട്രംപ് ക്യാമ്പയിൻ ചെയ്ത സമയത്ത് എന്താണ് ഈ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരുപാട് പണച്ചെലവുള്ള പുറത്തുള്ള ഓവർസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്തുള്ളതെന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, വിദേശത്തുള്ള ഈ യുദ്ധങ്ങളോട് ട്രംപ് എതിരായിരുന്നു. and does not seem to be in favor of launching an open conflict with Iran. ഓക്കെ, എന്താണ് തോന്നുന്നില്ല, എന്താ ഫേവറാണ് അല്ലെങ്കിൽ അതിനോട് ആഗ്രഹിക്കുന്നു തോന്നില്ല. എന്തിനോട്? ലോഞ്ചിങ് ആൻ ഓപ്പൺ കോൺഫ്ലിക്റ്റ്. ഓപ്പൺ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നാണ്. ഇനി പലപ്പോഴും നമ്മൾ ഈ പത്രം വായിക്കുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവർ ഇച്ചിരി വളച്ച് കെട്ടിയ കാര്യങ്ങൾ പറയത്തുള്ളൂ. കാരണം എന്താണ്? നമ്മൾ ഈ പത്രത്തിൻ്റെ ഇംഗ്ലീഷിൽ പഠിച്ചതാണ്. എന്താണ്? പത്രക്കാർക്ക് പല പ്രശ്നങ്ങളുണ്ട്. അവർക്ക് അങ്ങനെ തുറന്നങ്ങോട്ട് പറയാൻ പറ്റില്ല യുദ്ധം എന്നുള്ളതൊന്നും. കാരണം എന്താണ്? പിന്നീട് അതൊരു വിഷയത്തിലേക്ക് മാറിയില്ലെങ്കിൽ അവർക്കൊരു പ്രശ്നമാവും അല്ലേ? അല്ലെങ്കിൽ മാറിയാലോ അതല്ലെങ്കിൽ ഒരു കേസ് ഉണ്ടായാലോ ഒക്കെ അവരതിൻ്റെ അകത്ത് കൊടുക്കും. അതുകൊണ്ട് തന്നെ അവർ ഇച്ചിരി ഇച്ചിരി സ്ട്രാറ്റജിക്കായിട്ട് അവർ അങ്ങനെ ചെയ്യാറുള്ളൂ. എന്താ പത്രത്തിൽ വാർത്ത കൊടുക്കുമ്പോൾ ദ വാർ വിത്ത് ഇറാൻ കുഡ് ബി പ്രൊലോങ്ഡ് ആൻഡ് ഡിസാസ്ട്രസ്. ഓക്കെ, എന്താണ് പറഞ്ഞാൽ? ഒരു ഇറാനുമായിട്ടുള്ള ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ പ്രൊലോങ്ഡ് എന്ന് പറഞ്ഞാൽ നീണ്ടു നിൽക്കുന്നത്, ആൻഡ് ഡിസാസ്ട്രസ് എന്ന് പറഞ്ഞാൽ വിനാശകരമായിരിക്കും. ഓക്കെ, കുഡ് ബി എന്നാണ് പറഞ്ഞത്. ഇവിടെ ശ്രദ്ധിക്കുക, എന്താണ് അതിനുള്ള എല്ലാ സാധ്യതയുണ്ട്. ക്യാൻ ബി എന്ന് പറഞ്ഞാൽ അതിനുള്ള സാധ്യതയുണ്ട് അല്ലേ?
പക്ഷെ കുഡ് ബി എന്ന് പറഞ്ഞാൽ ഇച്ചിരൂടെ ചാൻസ് കൂടുതൽ, അതിനുള്ള എല്ലാ ചാൻസും ഉണ്ട്. എന്താണ് കാരണം എന്നുള്ളതാണ് പിന്നീടുള്ള ലൈനിൽ പറയുന്നത്. ഇറാൻ ഹാസ് ബാലിസ്റ്റിക് മിസൈൽസ്, ഒക്കെ വലിയ മിസൈൽസ് ഉണ്ട്. പ്രോക്സി മലീഷ, ഓക്കെ എന്താണ് പ്രോക്സി മലീഷ? പ്രോക്സി എന്ന് പറഞ്ഞാൽ പകരക്കാർ. ഈ മലീഷ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താണ്, ഈ യഥാർത്ഥ പട്ടാളക്കാരല്ല, ജനങ്ങളുടെ ഇടയിൽ നിന്നും റിക്രൂട്ട് ചെയ്ത് വരുന്ന കൂലി പട്ടാളങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ മലീഷ എന്നാണ് പറയുന്നത്. ഓക്കെ അങ്ങനെ അപ്പോഴെന്താണ്, യുദ്ധത്തിന് അവർ ഡയറക്റ്റായിട്ടുള്ള യുദ്ധമായിരിക്കുന്നില്ല, ചിലപ്പോൾ ഒളിപ്പോരായിരിക്കും നടത്തുന്നത്, അങ്ങനെയൊക്കെ ഉള്ളതാണ്. അതിനാണ് ഈ പ്രോക്സി മലീഷ എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കുക, മലീഷ എന്നുള്ളതാണ് പ്രൊനൗൺസിയേഷൻ. ആൻഡ് എ റിലേറ്റീവ്ലി വൈബ്രൻറ്റ് ആർമി, ഓക്കെ താരതമ്യ ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു നേവിയാണുള്ളത്. ഓക്കെ ആർമിയല്ല, നേവിയാണുള്ളത്. അപ്പോൾ ഇവിടെ നേവി എന്ന് പറയാനുള്ള കാരണം എന്താണ്, ഈ സമുദ്രത്തിനടുത്താണ്. നമ്മൾ ആ ഒരു സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിനെ പറ്റി പറഞ്ഞല്ലേ, അപ്പോൾ അവിടെ എന്താണ്, അവിടെ സമുദ്രമാണ്. അപ്പോൾ നല്ലൊരു നേവി ഉണ്ടെങ്കിൽ അവർക്ക് വളരെ സിമ്പിളായിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. ഇറാൻ്റെ ഒരു സൈനിക മേധാവി പറഞ്ഞ അങ്ങനെയാണ്, ഒരു ചായ കുടിക്കുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ അവിടെയുള്ള അതിലേ പോകുന്ന കപ്പലുകളെ ആക്രമിക്കാൻ എന്നാണ് പറഞ്ഞത്. ഓക്കെ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു നേവി ഉണ്ട്. ഓക്കെ the Strait of Hormuz, through which 1/3 of the world's seaborne oil shipments move, is within its range. ഓക്കെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ദ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്, ആ ഹോർമൂസിൻ്റെ ആ കടലിടുക്കിലൂടെയാണ് 1/3 ഓഫ്, ഓക്കെ 1/3 ലോകത്തിലെ എണ്ണ ഷിപ്മെൻറ്റ്സ്. ഓക്കെ ഷിപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഷിപ്പിൽ കൂടെ പോകണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനെ ഷിപ്മെൻ്റ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നാ ഷിപ്മെൻ്റ് ആണ്, എയർ ഷിപ്മെൻ്റ് എന്നല്ല. എയറാണെങ്കിൽ വിമാനത്തിൽ കൂടെയാണ് സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, സീബോൺ ഓക്കെ ഷിപ്മെൻ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴെന്താണ്, കടൽ മാർഗമുള്ള ഷിപ്മെൻ്റ് എന്നാണ്. ഈസ് വിത്തിൻ ഇറ്റ്സ് റേഞ്ച്. ഓക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ വൈബ്രൻ്റ് ആർമി ഉണ്ടല്ലോ, നമ്മുടെ ഊർജ്ജസ്വലമായിട്ടുള്ള പട്ടാള നേവി ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ റേഞ്ചിലാണ് ഈ കടലെടുക്കെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാണ്, വളരെ സിമ്പിളായിട്ട് അവർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഓക്കെ മിസ്റ്റർ ട്രംപ് ഡസ് നോട്ട് വോണ്ട് ടു ടേക്ക് എ റിസ്ക് unless there are provocations from Iran targeting American lives. ഓക്കെ എന്താണ് പറഞ്ഞത്, ട്രംപ് ഒരു റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഡസ് നോട്ട്, ഓക്കെ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്, ഇല്ല എന്നുള്ളതാണ്. ഡസ് നോട്ട് വോണ്ട് ടു ടേക്ക് എ റിസ്ക്. ഓക്കെ അൺലെസ്, അങ്ങനെ അല്ലെങ്കിൽ, എങ്ങനെ അല്ലെങ്കിലാണെന്ന്, ഒരു പ്രൊവോക്കേഷൻ ഉണ്ടായില്ലെങ്കിൽ എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ there are provocations from Iran. ഓക്കെ ഇറാൻ്റെ ഭാഗത്തു നിന്ന് പ്രകോപനം. എന്താണ് പ്രകോപനം, ടാർഗറ്റിങ് അമേരിക്കൻ ലീവ്സ്. ഓക്കെ എന്താണ്, അമേരിക്കക്കാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള, അമേരിക്കക്കാരെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു പ്രകോപനം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ട്രംപിന് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, അൺലെസ് ഉപയോഗിച്ച് എന്താണ്, അങ്ങനെ അല്ലെങ്കിൽ എന്ന് പറയാൻ വേണ്ടിയാണ് അല്ലേ, അതാണ് ശ്രദ്ധിക്കുക. ഓക്കെ ഇനിയിപ്പോൾ വൈൽ ദിസ് അപ്രോച്ച് ഈസ് ബെറ്റർ ദാൻ ദാറ്റ് ഓഫ് ട്രംപ്സ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ജോൺ ബോൾട്ടൺ. ഓക്കെ എന്താണ് ഈ അപ്രോച്ച്, ഈ സമീപനം ട്രംപിൻ്റെ ഉപദേശകനുണ്ടല്ലോ, നാഷണൽ സെക്യൂരിറ്റിയുടെ ഉപദേശകൻ. ഓക്കെ അതാണ് ദേശത്തിൻ്റെ ആ സെക്യൂരിറ്റി അഡ്വൈസർ അല്ലേ, ജോൺ ബോൾട്ടൻ്റെനേക്കാളും നല്ലതാണെന്നാണ് പറയുന്നത് ഈ അപ്രോച്ച്, ഈ സമീപനം. കാരണം എന്താണ്, who has threatened Iran with war several times. ഓക്കെ എന്താണ് ഈ ജോൺ ബോൾട്ടൺ എന്താണ് ചെയ്തത്, ഹാസ് ത്രെറ്റൻഡ്. ആരാണ് ഹൂ ഇവിടെ ജോൺ ആണ് അല്ലേ, ഹാസ് ത്രെറ്റൻഡ്. ഓക്കെ എന്ത് ചെയ്തു, ഭീഷണിപ്പെടുത്തി. എന്താണ്, ഇറാനെ ഭീഷണിപ്പെടുത്തി വിത്ത് വാർ. ഓക്കെ എന്താണ്, ഞങ്ങൾ യുദ്ധത്തിന് വരും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി സെവറൽ ടൈംസ്. ഓക്കെ വാട്ട് ദ US president overlooks is that the current state of tension is a product of his maximum pressure tactics. ഓക്കെ എന്താണ്, വാട്ട് ദ US president, എന്താണ് അമേരിക്കൻ ട്രംപ് എന്നാണ് പരിശോധിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്, ദ കറണ്ട് സ്റ്റേറ്റ് ഓഫ് ടെൻഷൻസ്. ഓക്കെ ഇപ്പോഴീ ഉണ്ടായിരിക്കുന്ന ഈ ടെൻഷൻസ് ഉണ്ടല്ലോ അവർക്ക്, അതെന്താണ് ഈ ട്രംപിൻ്റെ ആ ഒരു തന്ത്രം ഉണ്ടല്ലോ, പ്രഷറൈസിങ് തന്ത്രം, അതായത് എന്താണ് സമ്മർദ്ദ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവിടെ ഒരു ടെൻഷൻ ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ ഇറാന് പല വിഷയങ്ങളുണ്ട്. ഇതിനകത്ത്
നമ്മൾ ശ്രദ്ധിക്കുക, നമുക്ക് ഈ പത്രം പല ദിവസങ്ങളിലുള്ളത് വായിച്ചെങ്കിൽ മാത്രമേ എഡിറ്റോറിയൽ മനസ്സിലാകത്തുള്ളൂ. കാരണം ചില കാര്യങ്ങൾ അവർ പറയത്തില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇറാൻ്റെ കയ്യിൽ നിന്നും എണ്ണ വാങ്ങിക്കരുത് എന്ന് മറ്റ് രാജ്യങ്ങൾക്ക് അമേരിക്ക ഇത് കൊടുത്തിട്ടുണ്ട്, ഓർഡർ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ ത്രെട്ടൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എണ്ണ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങളുമായിട്ട് യാതൊരു ബിസിനസ്സും ഞങ്ങൾ നടത്തത്തില്ല. അതിനുവേണ്ടിയാണ് ഇപ്പോൾ തന്നെ US-ൻ്റെ പ്രതിനിധി ഡൽഹി വന്നിട്ടുണ്ട് നരേന്ദ്രമോദിയെ കാണാൻ വേണ്ടി. കാരണം ഇതൊരു ചർച്ചയാകും എന്നുള്ളത് നിങ്ങൾ പത്രം വായിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാകും. ഓക്കെ, a year ago Mr. Trump pulled the US out of a nuclear deal with Iran, okay, which was fully compliant, setting off the escalation. Okay, എന്ത് ചെയ്തു? പുൾ ദ US ഔട്ട്. ഓക്കെ, പുൾ ഔട്ട് എന്ന് പറഞ്ഞാൽ തിരിച്ചെടുക്കുക. അതിൻ്റെ അകത്തുനിന്ന് ആ ഒരു എഗ്രിമെൻറ്റിൽ നിന്നും, ന്യൂക്ലിയർ എഗ്രിമെൻറ്റിൽ നിന്നും US-നെ പുറത്തോട്ട് എടുത്തു, അല്ലെങ്കിൽ US അതിനകത്ത് നിന്ന് വിട്ടുപോയി എന്നാണ് പറഞ്ഞത്. വിച്ച് ഇറാൻ വാസ് ഫുള്ളി കംപ്ലൈൻറ്റ്. ഓക്കെ, കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന നിബന്ധനകളൊക്കെ പൂർണ്ണമായിട്ട് പാലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആര്? ഇറാന്. എന്താണ് ഇത് കാരണം? സെറ്റിംഗ് ഓഫ് ദ എസ്കലേഷൻ. ഓക്കെ, വീണ്ടും അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന കാരണം എന്താണ്? ഇതാണ് വിഷയം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഹിസ് പ്ലാൻ വാസ് ടു സ്ക്യൂസ് ദി ഇറാനിയൻ എക്കണോമി. ഓക്കെ, എന്താണ് ഈ ട്രംപിൻ്റെ പ്ലാൻ? എന്താണ്? സ്ക്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ്? ഇങ്ങനെ ഞെരുക്കുക. നമ്മൾ ഈ സ്ക്യൂസ് ചെയ്യുന്ന നമ്മൾ ടൂത്ത് പേസ്റ്റ് ഒക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഞെക്കിയെടുക്കുന്നത്, അത് തന്നെയാണ് സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ സമ്മർദ്ദത്തിലാക്കുക, ഞെരുക്കുക എന്നുള്ളതാണ്. സ്ക്യൂസ് ദ ഇറാനിയൻ എക്കണോമി. ഓക്കെ, ഇറാൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ സ്ക്യൂസ് ചെയ്യുക. ആൻഡ് ഫോഴ്സ് ടെഹ്റാൻ. ഓക്കെ, എന്താണ്? ടെഹ്റാനെ ഫോഴ്സ് ചെയ്യുക എന്നാണ്. ഈ ടെഹ്റാൻ എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ഇറാൻ്റെ ക്യാപിറ്റലാണ്. സാധാരണ ഇങ്ങനെയൊക്കെ ഈ പത്രഭാഷകളിലൊക്കെ സാധാരണ എന്താണ് ക്യാപിറ്റലിൻ്റെ പേരൊക്കെയാണ് സാധാരണ പറയുന്നത്. ഓക്കെ, ഇപ്പോഴ് ന്യൂഡൽഹി എന്നായിരിക്കും ചിലപ്പോൾ പറയുന്നത്. ഇന്ത്യയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ന്യൂഡൽഹി. കാരണം എന്താണ്? അപ്പോഴേ ന്യൂഡൽഹിയിൽ സമ്മർദ്ദം ചെലുത്തുക എന്ന് പറഞ്ഞാൽ ന്യൂഡൽഹിയിലാണല്ലോ നമ്മുടെ പ്രസിഡൻ്റൊക്കെ ഇരിക്കുന്നത്. ഓക്കെ, അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബാക്ക് ടു ദ ടേബിൾ. ഓക്കെ, എന്താണ്? സ്ക്യൂസ് ദി ഇറാൻ എക്കണോമി ആൻഡ് ഫോഴ്സ് ടെഹ്റാൻ ബാക്ക് ടു ദ ടേബിൾ. ഓക്കെ, ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗോഷിയേറ്റിംഗ് ടേബിൾ എന്നുള്ളതാണ്. മീറ്റിങ്ങിലേക്ക് വരിക എന്നുള്ളതാണ്. ടു റീനെഗോഷിയേറ്റ്. ഓക്കെ, നെഗോഷിയേറ്റ് എന്ന് പറഞ്ഞാൽ വില പേശുക എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ റീനെഗോഷിയേറ്റ് ചെയ്യുന്നത് വീണ്ടും വില പേശുക. കാരണം എന്താണ്? ഒരു തവണ ഈ എഗ്രിമെൻ്റ് ഉണ്ടാക്കി ഒപ്പിട്ടതാണ്. പക്ഷേ അതുപോലെ പുതിയൊരു എഗ്രിമെൻറ്റ് വേണം. അതിനുവേണ്ടി റീനെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ടേബിളിലേക്ക് വരാൻ. ടേബിൾ എന്താണ്? അപ്പോൾ ടേബിളിൽ വെച്ചാണ് ഡിസ്കഷൻസ് നടക്കുന്നത്. അതിനാണ് അവിടെ ടേബിൾ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, റീനെഗോഷിയേറ്റ് ദ ന്യൂക്ലിയർ ഇഷ്യൂ. ഓക്കെ, ന്യൂക്ലിയർ ഇഷ്യൂ, അവരുടെ ന്യൂക്ലിയർ ബോംബ് അവരുടെ ടെസ്റ്റിംഗ് ഒന്നും പാടില്ലെന്ന് വേണ്ട. ആസ് വെൽ ആസ് ഗ്രാൻഡ്സ് മിസൈൽ പ്രോഗ്രാം. ഓക്കെ, മിസൈൽ പ്രോഗ്രാം, അവരുടെ ഒരു മിസൈൽ പ്രോഗ്രാം ഉണ്ട്. അവർ ദീർഘദൂര മിസൈലുകളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആൻഡ് റീജിയണൽ ആക്ടിവിസം. ഓക്കെ, അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. റീജിയണൽ ആക്ടിവിസം എന്ന് പറഞ്ഞാൽ ഈ പ്രാദേശിക പ്രവർത്തനമാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇറാനാണ് യമനിലുള്ള ആൾക്കാരെ സഹായിക്കുന്ന, റെബൽസിനെ സഹായിക്കുന്നെന്ന് സൗദി കുറ്റപ്പെടുത്തുന്നുണ്ട്. സൗദി അറേബ്യ, അമേരിക്കയുടെ ഒരു സഖ്യകക്ഷിയായിട്ടുള്ള സൗദി അറേബ്യ വന്നിട്ട് അവിടെയുള്ള ഹൂത്തികൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അവർ ഷിയ മുസ്ലിംസാണ്, അവരെ സഹായിക്കുന്നത് ഇറാനാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കുകയാണെങ്കിൽ മനസ്സിലാവും, ഇറാൻ എന്നുള്ളൊരു ഷിയ രാജ്യമാണ്, സൗദി എന്നുള്ളൊരു സുന്നി രാജ്യമാണ്. അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഓക്കെ, ഫോർ എ ബെറ്റർ ഡീൽ. ഓക്കെ, എന്താണ് ഈ റീനെഗോഷിയേറ്റ് ചെയ്യുന്ന എന്തൊക്കെ ഇഷ്യൂസിലാണ്? ഒന്ന് മിസൈൽ പ്രോഗ്രാം ഉണ്ട്, ന്യൂക്ലിയറിൻ്റെ ഇഷ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ റീജിയണൽ ആക്ടിവിറ്റീസും. ഓക്കെ, എന്താണ് ഈ പ്രാദേശിക പ്രവർത്തനങ്ങളിൽ അതിനകത്തൊക്കെ ഫോർ എ ബെറ്റർ ഡീൽ. ഓക്കെ, ഇതിനകത്തൊക്കെ ഒരു നല്ലൊരു ഡീൽ, അതായത് ഇറാനിൻ്റെ അകത്ത് നിന്ന് ഇടപെടരുത്, ഇന്ന് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞൊരു പുതിയൊരു ഡീല്, പഴയ ഡീല് പോരാ എന്നാണ് ആര് പറയുന്നത്? ട്രംപ് പറയുന്നത്. ഓക്കെ, എ ഇയർ ലേറ്റർ ദ US ആൻഡ് ഇറാൻ ആർ ഓൺ ദ ബ്രിക്ക് ഓഫ് എ വാർ. ഓക്കെ, എന്താണ്? ഒരു വർഷത്തിന് ശേഷം വീണ്ടും, കാരണം എന്താണ്? ഒപ്പിട്ട് അല്ലെങ്കിൽ US പിൻവാങ്ങി ഒരു വർഷത്തിന് ശേഷം ഇപ്പം എന്താണ്? ഇറാൻ ആൻഡ് US ആർ ഓൺ ദ ബ്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അറ്റത്താണ്, ബ്രിക്ക് ഓഫ് എ വാർ. ഓക്കെ, എന്താണ്? ഒരു യുദ്ധത്തിനടുത്ത് നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. കാരണം ഇത്ര വിഷയങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോഴേ ഇത് നമ്മുടെ എഡിറ്റോറിയലിൻ്റെ പകുതി മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ്.